ദേശത്ത് പ്രിയ മാതാവിൻ്റെ വേർപാട് ഞാൻ ഓർത്തപ്പോൾ ഈ പ്രദേശത്തേക്ക് ഞാൻ ആദ്യം കടന്നു വന്ന നാളുകളാണ് ഓർക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ സ്നേഹിതൻ പുല്ലമ്പള്ളിൽ കുഞ്ഞുമോൻ അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ 1976 ഞാൻ ഈ ദേശത്ത് ഈ വളവട് ഭാഗത്തേക്ക് കടന്നു വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രേക്ഷിത ദൗത്യത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ഞാൻ വളരെ സഹകരിച്ച 2 ഭവനങ്ങളുണ്ട്. അതൊന്ന് ഈ വാത്സല്യ ഭവനം, വയറക്കുന്നേലെ ചിന്നാച്ചാൻ്റെ ഭവനം. രണ്ടാമത് കരിമ്പറ്റിയിലെ ഭവനം. ഈ 2 ഭവനങ്ങളിലും വളരെയധികം മാറി മാറി പ്രാർത്ഥനകൾ നടത്തുകയും അതിനോടുള്ള ബന്ധത്തിൽ അവരിൽ പലരും വേർപെട്ട വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം സഹായിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, വയറക്കുന്നതിലെ ദേവ് സാറ് ആ ഭവനവും ഈ ഭവനവും അങ്ങനെ ഈ ദേശത്തുള്ള മറ്റു പല ഭവനങ്ങളും പേരെടുത്ത് പറയത്തക്കതുണ്ട്. ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നിവിടെ 3 ഭവനം കാണും. അതിന് ഈ 3 ഭവനവും ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഒരു പഴയ ഒരു നല്ല ഈ കുട്ടമ്പരയൊക്കെ ഉള്ള ഒരു അറയും നിരയുള്ള ഒരു ഭവനം, ആ ഭവനത്തിൻ്റെ തിണ്ണയിൽ വന്ന യോഗം നടത്തിയ നാളുകളിൽ ഞാൻ ഓർക്കുന്നു. പ്രിയച്ചായൻ്റെ പെൺമക്കള് കുടുംബം, ആ കുടുംബങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ എനിക്ക് പോകാനും പ്രാർത്ഥിക്കാനും അവരുടെ ചില കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുന്നതിനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചത് ഞാൻ ഓർക്കുക. എന്നാൽ വാത്സല്യ മാതാവ് എനിക്ക് അനേക മാതാക്കളെയും പിതാക്കളെയും പരിചയമുണ്ടെങ്കിലും ഈ ഭവനത്തിൽ ഈ മാതാവ് വളരെ രോഗിയായിരുന്നപ്പോൾ മക്കളും മരുമക്കളും ഒക്കെ ശുശ്രൂഷിച്ച കാലയളവ് ഞാൻ ഓർക്കാം. ആ കുഞ്ഞുങ്ങളൊക്കെ മാറി മാറി ഒരു മുഷിപ്പുമില്ലാതെ അതിലെല്ലാം ഉപരി അച്ചായൻ വളരെ കാര്യമായി ശുശ്രൂഷിക്കുന്നത് എനിക്ക് കാണാനിടയായി. അത്തരത്തിൽ നോക്കിയ ഒരു ഭാഗ്യവതി തന്നെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ശുശ്രൂഷ കേൾക്കത്തക്കവണക്ക് ദൈവം ഉള്ള ഭാഗ്യം നൽകി. എന്നാൽ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ എവിടേക്ക് പോകുന്നു? ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടത്. ആ നിത്യജീവനിലേക്കാണ് മരണാനന്തരം ഒരു ദൈവവേദൽ കടന്നു പോകുന്നത്. എന്നെ വ്യക്തിപരമായി പോവുകയാണെങ്കിൽ എൻ്റെ അച്ഛന് എൻ്റെ പിതാവിൻ്റെ സമകാലീനും സഹപാഠിയൊക്കെ ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം വീട്ടിലൊക്കെ വരികയും ആ സൗഹൃദങ്ങളൊക്കെ പുലർത്തി പോകുന്നതാണ്. എൻ്റെ ജ്യേഷ്ഠന് എൻ്റെ പിതാവിൻ്റെ കൂടെ അധ്യാപകനായിരുന്നു. അങ്ങനെ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട്. പ്രത്യാശയോടെ കടന്നു പോയിരിക്കുന്ന അമ്മച്ചി തീർച്ചയായിട്ടും ദൈവസന്നിധി നമുക്ക് കാണാമെന്ന് ആ പ്രത്യാശയോടെ അമ്മച്ചിയെ നമുക്ക് യാത്ര അയക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളോടൊപ്പം ഇതിൽ പങ്കുചേരുന്നു. പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ അനുശോചനവും ആദരവും ഈ അവസരത്തെ അറിയിച്ചുകൊണ്ട് ഭവനത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്കും അവസരം ലഭിച്ചതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളിവിടെ കഴിഞ്ഞ ആഴ്ചയിൽ വന്നതിന് ശേഷമാണ് ഡാളസിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞങ്ങനെയാണ് ഞങ്ങൾ വിവരമറിഞ്ഞത്. ഈ കുടുംബമായിട്ട് ഞാനിവിടെ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇതിനു മുമ്പ് ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. അതിന് കാരണം പ്രിയ റോയ് തോമസ്, ഞങ്ങൾ ഡാളസിൽ അടുത്ത് ആണ് താമസിക്കുന്നത്. ഒരേ ചർച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. അങ്ങനെയുള്ള ബന്ധത്തിനാണ് ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും ഒരു മനുഷ്യൻ്റെ ജനനം, ജീവിതം, മരണം, നിത്യത എന്ന 3 അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ആ 4 വാക്കുകൾ ജീവിതം കൊണ്ട് മാത്രമേ നമുക്കതിനെ വാല്യൂ ആക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും ലഭിക്കുന്ന ഇതാണ് ജീവിതം. പക്ഷെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തെങ്കിൽ മാത്രമേ
എൻ്റെ കൽപ്പനകൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നിത്യതയ്ക്ക്, ഞാൻ അവസാനം പറഞ്ഞ നിത്യത എന്ന ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുള്ളൂ. പ്രിയ അമ്മച്ചി പ്രത്യാശയോടെ ഈ ജീവിതം അവസാനിപ്പിച്ച് മറുനാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഞങ്ങൾക്കും ഒന്ന് ഭാഗവാക്കാവുവാൻ, ദുഃഖത്തിൽ പങ്കെടുക്കുവാനിടെ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് തന്ന അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിരിക്കുന്നു. ദാസന്മാരെ, പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിലെ ദുഃഖത്തിനായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കൾ, അവരെല്ലാവരും വളരെയേറെ സ്നേഹിച്ചതിനായി മാതാവ് നമ്മളെ വേർപെട്ട് കടന്നുപോയിരിക്കുന്നു. നമുക്കറിയാം, വേർപാട്, മരണം ദുഃഖകരമായ ഒരു അനുഭവമാണ്. എങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഒരു നാൾ മരണമെന്ന വാതിൽ കൂടെ കടന്നുപോയി സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ട മാതാവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നാടിനും സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ ചെയ്ത സേവനങ്ങൾ സ്മരിക്കുന്നു. പ്രിയപ്പെട്ട ദാസി ലോകത്തിലെ ഓട്ടം തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് മാതാവിൻ്റെ വേർപാടിലെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളൊരു കുടുംബമാണ് ഈ കുടുംബം. പ്രിയപ്പെട്ട ലാലു, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട റോയിച്ചാൻ, അതോടൊപ്പം മോനാനി, എല്ലാവരുടെയും ഒരിക്കലായിട്ട് വളരെ അടുത്ത ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവരുടെയൊക്കെ ദുഃഖത്തിൽ ഒരിക്കൽ കൂടെ പങ്കുചേർന്നുകൊണ്ട്, കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരെല്ലാം ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ നാമത്തിലും അതോടൊപ്പം തന്നെ മൂഴിക്കൽ കുടുംബത്തിൻ്റെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ചെറുപ്പകാലം ഞാൻ വളരെ ആനന്ദകരമായി പിന്നിട്ടത് ഈ വീടിലാണ്. എൻ്റെ കുടുംബത്തായിരുന്നു. അത് കഴിഞ്ഞാൽ 2-3 വീടുകളായി. പക്ഷെ അന്നത്തെ ആ സൗകര്യങ്ങളെല്ലാം വളരെ അധികം സന്തോഷത്തിലും സ്നേഹത്തിലും കഴിഞ്ഞവരാണ്. സ്കൂളടയ്ക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ അന്നൊക്കെ, അവധിക്കാലം കിട്ടാനായിട്ട് എൻ്റെ അമ്മ വീട്ടിൽ ചിലവഴിക്കും. അപ്പോൾ ഞാനിവിടെ ഇവിടെ വരുമ്പോൾ അമ്മായിയുടെ കൈയോട് ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമ്മച്ചാണ് പോലീസ് മുറിയിൽ എന്നെ ഉരുട്ടി കഴിപ്പിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കുടുംബമായിട്ട് അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അമ്മച്ചൻ. അപ്പം ആ സ്നേഹബന്ധം ഇന്ന് നിലനിന്ന് പോന്നു. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ വിയോഗത്തിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട്. എല്ലാ ബന്ധുമിത്രാദികൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസം നേരട്ടെ, ദൈവം നേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുകയാണ്. എല്ലാവരും ചേർന്ന് പാടാവുന്ന ഒരു പഴയ ഗാനമാണ്. പ്ലീസ് ഹെൽപ്പ് മീ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയാച്ചായൻ്റെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ദേശവാസികൾ, മറ്റ് സ്നേഹിതരെ, ഞാൻ സാധാരണ സന്തോഷത്തോടു കൂടി പാടുന്ന ഒരു പാട്ടിൻ്റെ ആദ്യത്തെ ഒരു ശീലം പാടിക്കൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കാമെന്ന്. ഇവനെന്നെ ചൊവ്വിനർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഈ പാട്ടിൻ്റെ ഈരടികൾ ഞാൻ സന്തോഷത്തോടുകൂടി പാടും എന്ന് പറയാനുണ്ടായ കാരണം പ്രത്യേകിച്ച് ജീവൻ യേശുവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിച്ച് നമ്മൾ ചുംബനം കൊടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ആൾക്കാര് ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ ചുംബനം ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു എന്നാണ് പാട്ടുകാരൻ നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചി ആ വിധത്തിൽ
ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത വിധം രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായി, കുടുംബത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന മാതാവായി ഈ 89 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയേ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. തീർച്ചയായും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ദുഃഖത്തിന് വകയില്ല. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാടത്തിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുമ്പോൾ എന്നെ കൈക്ക് പിടിച്ച് സ്വീകരിച്ചത് പ്രിയപ്പെട്ട ചിന്നാൻ സാറാണ്. ആ വീട്ടിലേക്ക് അന്നും അവരുടെ ബന്ധം പ്രിയ അച്ചായൻ മരിക്കുന്ന കാലം വരെ കാര്യമായിട്ട് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം തുടർന്നിരുന്നു. ഇപ്പോഴും ആ നല്ല ബന്ധത്തിൽ തന്നെ ഈ കുടുംബവുമായി യോജിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ കേരളീയർ ധാരാളം ഉള്ളപ്പോൾ പോലും എൻ്റെ മകളുടെ വിവാഹത്തിന് ഇവിടുത്തെ മോനാനി ആഹാരം കൊണ്ട് രുചികരമായി വിളമ്പിക്കൊടുത്ത് സന്തോഷം അനുഭവിച്ച അവസ്ഥകളിലുമൊക്കെ ഈ കുടുംബമായിട്ടുള്ള ബന്ധത്തിനാണ് ഞങ്ങൾക്ക് പങ്കിടുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പറയേണ്ടതായിട്ടില്ല എന്ന് നമ്മെ ദൈവം പഠിപ്പിക്കുന്നുണ്ട്, ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മരണം ഒരിക്കലും ജീവിതത്തിൻ്റെ അന്ത്യമല്ലെന്നാണ് നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു മാറ്റം, കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് അതൊക്കെ ഇല്ലാത്ത ഒരു നല്ല ലോകത്തിലേക്ക് വിളിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. ആ സന്തോഷത്തിൽ അമ്മച്ചി അവിടെ എത്തിച്ചേരും. ബാക്കിയുള്ളവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ദിവസങ്ങളായി ഇവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ അവിടെ വെച്ച് കണ്ട് സന്തോഷിക്കുവാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടി കുടുംബാംഗങ്ങൾക്ക് മുന്നോട്ട് ജീവിതം നയിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ കുടുംബത്തിലെ മാതാവിൻ്റെ ദുഃഖത്തിൽ സങ്കടത്തിലിരിക്കുന്ന ആ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രത്യേകിച്ച് മാടത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള അനുശോചനത്തെ വകപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. പ്രിയപ്പെട്ട അപ്പച്ചൻ മക്കള്, കൊച്ചുമക്കള്, ബന്ധുപുത്രാദികള്, ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം നല്ല അവസരങ്ങൾ കൊടുത്ത അവസരങ്ങൾ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് പ്രകാശം പരത്തിക്കൊണ്ട് ലോകത്തിൽ ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും നല്ലതെന്ന് പറയുവാൻ സാധിച്ചു. അപ്രകാരം തന്നെ മക്കളെ സ്നേഹിച്ച്, ബന്ധുപുത്രാദികളെ സ്നേഹിച്ച്, സഹോദരങ്ങളെയൊക്കെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള വലിയ ഭാഗ്യം ദൈവം കൊടുത്തു. വിശുദ്ധ മത്തായി വർഷം 25-ാമത്തെ അതിൽ അന്ത്യഗതിയിൽ ഇപ്രകാരം വാക്യം പറയുന്നുണ്ട്: നിങ്ങൾ എളിയവരെ ശുശ്രൂഷിച്ചപ്പോൾ എന്നെ തന്നെയാണ് ശുശ്രൂഷിച്ചതെന്ന് ദൈവം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഈ പ്രിയ അമ്മച്ചി 15 വർഷത്തോളം ഈ ഭവനത്തിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അച്ചായനും മക്കളും ഒക്കെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കിട്ടിയ അവസരങ്ങൾ തക്ക സംഘത്തിൽ ഉപകരിച്ചുകൊണ്ട് സൂക്ഷിപ്പാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു. പ്രത്യേകമായിട്ട് മോനാനിയെക്കുറിച്ച് പറയുന്നത് കേട്ടു. നല്ല ഏത് എത്ര തിരക്കുണ്ടായിരുന്നാലും അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കിയിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ജോലിയിൽ പുറപ്പെടുകയുള്ളൂ. അപ്രകാരമാണ് ശുശ്രൂഷിച്ച് നന്മ സ്വീകരിച്ച് ഇവിടെ അമ്മച്ചിയുടെ നല്ല വേർപാട് കാണുവാനായിട്ട് സാധിച്ചു. ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരിക്കുട്ടി മാമയും പഞ്ഞിക്കാട്ടിലെ ബാബുച്ചാൻ്റെയും ഒക്കെ സുഹൃത്ത് ബന്ധത്തിലാണ്. ദീർഘവർഷങ്ങളായിട്ട് ഞങ്ങളുമായിട്ട് വളരെയധികം ബന്ധത്തിൽ ഏർപ്പെടുകയും സുശേഷകരമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയുടെ വേർപാടിൽ റാന്നി മേഖലയിലെ മലങ്കര കത്തോലിക്ക സഭയുടെ സുവിശേഷ സംഘാംഗങ്ങളുടെ പേരിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സുവിശേഷ സംഘാംഗങ്ങൾ എല്ലാവരും ചേർന്ന് റിത്ത് സമർപ്പിക്കുന്നു. ദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് ഭവനത്തിൽ വന്ന് എനിക്കൊന്ന് 1 മാസം 2 പ്രാവശ്യമെങ്കിലും ചിന്നാച്ചായന് എന്നെ വിളിക്കും ആശുപത്രിയിലോട്ട്. എത്ര തിരക്കാണെങ്കിലും വണ്ടി ഇല്ലെങ്കിലും ഒരു ആംബുലൻസ് ഉണ്ടാക്കി ഞാൻ സ്റ്റാഫിനെയും ഡോക്ടറെയും ഒക്കെ വിട്ട് ഈ കഴിഞ്ഞ ഏകദേശം 1-2 വർഷമായിട്ട് പരിചരണം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഒരു രോഗിയുടെ സൗഖ്യം മാത്രമല്ല, പ്രിയപ്പെട്ട ചിന്നാച്ചായനും ഞാൻ തമ്മിലുള്ള കുടുംബ ബന്ധം, സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട 2 ശാഖകളാണ്. എന്നെ കാണുമ്പോൾ ചിന്നാച്ചായൻ എന്നും, പ്രത്യേകിച്ച് നമ്മുടെ ഈ വയറക്കുന്നതിലെ ശമേൽച്ചായനും ഒക്കെ
പെങ്ങളുടെ മകൻ എന്നാണ് എന്നെ പറയപ്പെടുന്നത്. ഏതായാലും പ്രിയമാതാവ് 89 വർഷം ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കണ്ട് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യം അനുഭവിച്ച ശേഷം ഇന്ന് കർത്തൃസന്നിധിയിൽ എടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ദുഃഖത്തിൽ യഥാർത്ഥത്തിൽ ദുഃഖമല്ല, സന്തോഷമാണ്. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രിയപ്പെട്ട ചിന്നാച്ചായൻ കാണിച്ച ആ സ്നേഹം, താല്പര്യം, ഈ അമ്മച്ചിയെ ശുശ്രൂഷയൊക്കെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ആശുപത്രിയിലൊക്കെ വരുമ്പോൾ റൂമിലൊക്കെ പോയി ഞാനും സന്ദർശിക്കാറുണ്ടായിരുന്നു. ഏതായാലും ഒരു മനുഷ്യന് ജനിച്ചാൽ ഒരു മരണം ആവശ്യമാണല്ലോ. പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം താഴമ്പടിക്കൽ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ അമ്മച്ചിയുടെ തോവേലിൽ കുടുംബത്തിൻ്റെ പേരിലുമുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചിന്നാച്ചായന് ഏറ്റവും അധികം സന്തോഷത്തോടെ ഈ വാർദ്ധക്യ സമയങ്ങളിൽ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ എല്ലാ ആശ്വാസത്തിനായും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ചു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള അനുശോചനം അറിയിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ അനുശോചനം പറഞ്ഞെന്ന് സന്ദേശി കണ്ടതിനെ വിളിക്കും. രണ്ടും ഒന്നിച്ചയക്കുമെന്ന് ഞാനിപ്പം വിചാരിക്കുന്നത്. നമുക്ക് വളകുടയാവ് ജനശ്രീയുടെ മോനാനിയും ഓമനയും ഒരു 10 വർഷമായിട്ട് സ്ഥിരം മെമ്പറായിട്ട് പ്രവർത്തിക്കുകയും അത് ഉൾക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജനശ്രീയുടെ നാമത്തിലൊരു അനുശോചനം പറയണമെന്ന് അതിന് മോദി എന്ന് പറഞ്ഞു. ആ നാമത്തിലുള്ള അനുശോചനം ഞാൻ അറിയിക്കുന്നു. കൂടാതെ എൻ്റെ വ്യക്തിപരമായ അനുശോചനം അറിയിക്കുന്നു. എൻ്റെ 89 വർഷക്കാലം ഈ ഭൂമിയിലായിരിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ധന്യമായ ജീവിതം നയിച്ച് മക്കളെയും കൊച്ചുമക്കളെയും ഒരു നന്മകളൊക്കെ അനുഭവിക്കാനൊക്കെയും പ്രിയമാകാൻ സാധിച്ചു. എങ്കിലും കുറേ വർഷങ്ങൾ കിടക്കുമേലായിരുന്നെങ്കിലും നല്ല പരിചരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ദൈവം വിളിച്ച സമയത്ത് ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോയി. അത് നല്ല വ്യക്തികൾക്ക് സ്തുതിക്കുന്നു. ദൈവൻ്റെ പറഞ്ഞതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും ദൈവസമ്മാനം കൊണ്ട് ആശ്വസിപ്പിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്ന ഒപ്പം ഒരു പട്ടോടെ ഞാൻ പാടുകയാണ്. ആണ്ടവൻ കണക്കാക്കൂ 1000 ഒരു ദിവസം ആയിട്ട് ആണ്ടവൻ കണക്കാക്കൂ. ഒന്നും ഞാനീകെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചതു പിന്നിൽ തള്ളേണം, നമ്പിക്കൂടല്ലോ ലോകം. സമ്പാദിച്ചതു പിന്നിൽ തള്ളേണം, നമ്പിക്കൂടല്ലോ ലോകം. ഒരിക്കലേവനും മരിക്കും നിർണയം, ഓരുങ്കല്ലവരും മരിപ്പാ. ദാരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദാരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ദൈവത്തിന്റെ സമയമായപ്പോൾ വിളിച്ചു വേർതിരിച്ച നിത്യതയിൽ പ്രവേശിപ്പിച്ചു. ലോകത്തിലായിരിക്കുന്ന പ്രിയ പിതാവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ചാർച്ചക്കാർ, ദേശനിവാസികൾ എല്ലാവർക്കും ദൈവം ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവനാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ടും നമ്മുടെ കുടുംബശ്രീയുടെ നാമത്തിലുള്ള പ്രീതത്തെ സമർപ്പിച്ചു. മക്കൾ, കൊച്ചുമക്കൾ, സഹോദരൻ, പ്രിയപ്പെട്ട കുഞ്ഞുട്ടിച്ചായൻ, ബന്ധുമിത്രാദികളെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദീർഘായുസ്സുകൊണ്ട് ഞാൻ നിന്നെ തൃപ്തി വരുത്തുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഏറ്റുവാങ്ങി
ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ നിറവേറ്റി കഴിഞ്ഞപ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീടുള്ള ഇമ്പ ശബ്ദത്തിന്റെ മുൻപിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മാതാവ്, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക മാത്രമല്ല, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാനും ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മാതാവ്. അനേക മാതാപിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവസാന നിമിഷങ്ങളിൽ വേദനയോടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു, അവരവരുടെ തലമുറയെ ഓർത്ത്. എന്നാൽ ദൈവം കൊടുത്ത കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ പ്രിയപ്പെട്ട റോയിച്ചാൻ, ലില്ലിമാമ അതിവിദൂരതയിലായിരിക്കുന്നുവെങ്കിലും അവരായിരിക്കുന്ന ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിലനിർത്തുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ലാലു, മോനാനി എല്ലാവരും തന്നെ, അതുപോലെ പെൺമക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനുള്ള ഉടമകളായ പ്രിയ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി ഒരു തരത്തില്ലെങ്കിൽ വേറെ തരത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ഈ ദേശത്ത് കാഴ്ചവെക്കുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഏറ്റവും രുചിപ്രദമായ ഭക്ഷണം ഇന്നത്തെ കാലത്ത് അവരവർ ബുദ്ധിമുട്ടാതെ കഴിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹവും ആശയവുമാണ്. അതിന് ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മോനാനി, നിനക്ക് ഭൂമിയിൽ ദീർഘായുസ് ഉണ്ടാകുവാൻ, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന കൽപ്പന ഏറ്റുവാങ്ങുവാൻ പ്രിയ മക്കൾക്ക് എല്ലാവർക്കും സാധിച്ചു. പ്രിയ മോനാനി മകളെ പോലെ ശുശ്രൂഷിച്ച് മറ്റുള്ളവരെല്ലാവരും അതുപോലെ തന്നെ തക്ക തുണയുടെ ശുശ്രൂഷ ഏൽക്കുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മാതാവ്. പ്രിയപ്പെട്ട സാറിനെ സംബന്ധിച്ച് ക്ഷമയുടെ നെല്ലിപ്പല കണ്ട പ്രിയപ്പെട്ട സാറ്, ആവോളം അവസാന നിമിഷം വരെ പ്രിയ മാതാവിനെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട സാറ്, ഈ നാടിന് മാതൃകയാക്കത്തക്കവണ്ണം ശുശ്രൂഷ കാണിച്ചു കൊടുത്ത പ്രിയപ്പെട്ടവൻ, എന്തുകൊണ്ടും ഭാഗ്യകരമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മാതാവ്. ചില നാളുകൾ താൻ രോഗിയായി ഭാരപ്പെട്ടുവെങ്കിലും കടന്നുപോയത് രോഗമില്ലാത്തതും ദുഃഖമില്ലാത്തതും നിരാശയില്ലാത്തതും കണ്ണുനീരില്ലാത്തതും കഷ്ടപ്പാടില്ലാത്തതുമായ ലോകത്തിലേക്കാണെന്നോർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ആശ്വസിക്കുവാൻ വകയുണ്ട്. കാണുമ്പോഴൊക്കെ ദൈവകാര്യം പറയുകയും മറ്റുള്ളവർക്ക് വേണ്ടി ആശ്വാസം പകരുവാൻ ആവോളം ശ്രമിച്ച പ്രിയപ്പെട്ട മാതാവ്. അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാകളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടെ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷര ഉയർക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേ. കർത്താവിന്റെ ഗംഭീര ധ്വനിയുടെ സുദിനത്തിൽ പ്രിയപ്പെട്ട മാതാവിനെ ചെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശ കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ജീവിതങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന്റെയും റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഇവിടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. വിശ്രമത്തിനായി കടന്നുപോയിരിക്കുന്ന വാത്സല്യ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥനായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണം എന്നുള്ളത് ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന നിയമമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ പ്രിയ മാതാവ് കർത്താവ് തനിക്ക് കൊടുത്തതായ 89 സംവത്സരം പിന്നിട്ട് കർത്താവ് തന്റെ സമയമായപ്പോൾ തന്നെ വിശ്രമത്തിനായിട്ട് വിളിച്ചു ചേർക്കുവാനിടയായി തീർന്നു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുവരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചിരിക്കുന്നു. അതിരുകളുള്ള കാലങ്ങളുള്ള ജീവിതത്തിൽ നിന്ന് അതിരുകളില്ലാത്ത കാലദൈർഘ്യമില്ലാത്ത ആ നിത്യതയിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിജയം എന്ന് പറയുന്നത് മരണത്തോടു കൂടെയാണ്. ഞാൻ ആ വാക്കുച്ചരിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ അംഗീകരിക്കുവാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. മരണമാണ് ഒരു ദൈവപൈതന്റെ വിജയം. പുസ്തകം പറയുന്നു, ഈ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഭൂമിയിൽ ഉള്ള ജീവിതം എന്ന് പറയുന്ന കഷ്ടതകൾ, ദുഃഖങ്ങൾ, നിരാശകൾ, അധൈര്യങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ. എന്നാൽ വളരെ സന്തോഷകരമായ കാര്യമാണ് നിത്യതി കടന്ന് ഷി ഹാസ് ഗോൺ ടു എ ബെറ്റർ പ്ലേസ് വേർ ദെർ ഈസ് നോ സോറോ, there is no poverty, there is no sickness, there is no unrest. അങ്ങനെയുള്ള ആ നിത്യത പ്രാപിപ്പാനായിട്ട് പ്രിയ അമ്മച്ചിക്ക് സാധിച്ചല്ലോ.
ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു കാര്യമേ പറയാനുള്ളൂ. ഇപ്പൊ അമ്മച്ചി ഇതൊന്നും കേൾക്കുന്നത് അങ്ങനെ വളരെ സ്വസ്ഥമായിട്ട് കഴിയാതെ വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവ് വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ സുദിനം ഏത് സമയത്തും ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് അറ്റ് എനി മോമെന്റ്, ഏത് നിമിഷവും സംഭവിക്കാം. ആ സംഭവിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തിനോട് സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിൽ മരിച്ച് ഉയർന്നേൽക്കും. അങ്ങ് ആ സുദിനത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം, അമ്മച്ചിക്ക് അനുഭവം, അങ്ങനെ അനുഭവം ഉണ്ടാവും. നമുക്കും എല്ലാവർക്കും അതിനായി ഒരുങ്ങാം. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓൺ ബിഹാഫ് ഓഫ് ദ ചർച്ച് which I represent, I take this opportunity to extend my sincere and heartfelt condolence to the members of the bereaved family, the dear and the near ones, and also I pray to the Almighty God to fill thy peace which passeth all understanding. May the Almighty God bless everybody. Thank you. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. പ്രിയപ്പെട്ട സാധനമായിട്ട് വളരെ ദീർഘകാലമായിട്ട് കുടുംബമാണുള്ളത്. അതോടൊപ്പം തന്നെ റോയി വിവാഹ നിശ്ചയത്തിന് എൻ്റെ ബന്ധു ജോലിയാണ്. ഈ കുടുംബമായിട്ട് സ്നേഹബന്ധം വളരെ നാളുകളായിട്ടുണ്ട്. പ്രിയപ്പെട്ട അമ്മച്ചി റാന്നി മക്കം ഹോസ്പിറ്റൽ പലപ്പോഴും അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഭവനത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വന്ന് അമ്മത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലുമായിട്ടും ഒത്തിരി ബന്ധങ്ങൾ ഈ കുടുംബമായിട്ടുണ്ട്. കഴിഞ്ഞ 89 വർഷം ഈ ലോകത്ത് ജീവിക്കാൻ അവസരം കൊടുത്തു. അത് കുടുംബത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് ഒക്കെ നല്ല സാക്ഷിയായി തീരുവാൻ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് സാധിച്ചു. സർവശക്തനായ ദൈവം ഈ വേദനയിൽ പ്രിയപ്പെട്ട സാറിനെയും മക്കളെയും ഒക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം വേണ്ടതായ കൃപയും സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും, പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ റാന്നി മർത്തോമ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ പേരിലുള്ളൊക്കെ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. നിത്യതയിൽ പ്രിയപ്പെട്ട മാതാവിനെ കാണാനുള്ള പ്രത്യാശയോടെ യാത്ര ചെയ്യാൻ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദൈവം സഹായിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ബഹുമാനമുള്ള സാറെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. ഈ പ്രിയ വാത്സല്യഭവനമായിട്ട് അനേകർ പറഞ്ഞു കഴിഞ്ഞ വാക്കുകളാണ് എനിക്കും പറയുവാനുള്ളത്. പ്രിയ മാതാവ് പലരെയും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ഈ ദേശത്ത് പാർട്ടിയോ മതമോ ജാതിയോ ഒന്നുമില്ലാതെ സകലരെയും സ്നേഹിച്ച ഒരു മാതാവാണ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാല് ഞങ്ങളെ മാർത്തങ്ങൾ കുടുംബവും ഈ വയർക്കുന്നില് ബഹുമാനമുള്ള സാറിന്റെ കുടുംബവും മക്കളും ഞങ്ങളെ ഒരേ അളവില് വളർന്നു വന്ന പ്രിയ കുഞ്ഞുങ്ങളാണ്. ഒരു വ്യത്യാസമില്ലാതെ ഞങ്ങളെയും സ്നേഹിക്കുവാന്, ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഒരുപോലെ സ്നേഹിക്കുവാന് കഴിഞ്ഞിട്ടുള്ളൊരു സഹോദര സ്നേഹമാണ് ഉണ്ടായിരുന്നെന്ന് പറയുവാന് പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു നന്ദികേടായിരിക്കും ഞാൻ ഓർക്കുകയാണ്. പ്രിയ സാറിനെ ഓർത്താല് ഇത്രയും ഭാര്യയെ നോക്കി സ്നേഹിച്ച് ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ പലപ്പോഴും കാണുവാനായിട്ട് ഞാനിവിടെ കടന്നു വരുമ്പോൾ സാധിക്കും. ചില സമയങ്ങളിലെ ഭക്ഷണമൊക്കെ എന്ത് ലാളന്യത്തോടെ കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ആർക്കും ഒരു ഭാഗ്യം ലഭിക്കില്ലെന്ന് തന്നെ പറയുക. സാറ് അതുപോലെ തന്നെ മോനാനിയെ, കുഞ്ഞുങ്ങളെല്ലാവരും മരുമക്കളെ മക്കള് ഒരു നിമിഷം പോലും പ്രിയ മാതാവ് തനിയെ ഇവിടെ ഉണ്ടായതായിട്ട് കാണുവാൻ സാധിച്ചിട്ടില്ല. മാതാപിതാക്കളെ ഇന്ന് വൃദ്ധസദനങ്ങളൊക്കെ പാർപ്പിക്കുന്നത് ഞങ്ങൾ പലപ്പോഴും വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ കാണുന്ന ഒരു അനുഭവമാണ്. അവരുടെ കരച്ചിൽ കണ്ടാല്, അവര് പദം പറയുന്ന കേട്ടാല് നമ്മള് തിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങൾ ഇന്ന് പല ഭവനങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ദേശത്തൊക്കെ പാർക്കുന്നത് ഈ പ്രിയ മാതാവ് ഞങ്ങളുടെ ചെറുപ്രായത്തില് ഈ ഭവനത്തില് ഈ മേളില് അന്ന് പലരും പറഞ്ഞൊരു അറേ നിലയുള്ള വീടാണ്. ഞങ്ങൾ ഈ ദേശത്തുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ വിളിച്ചിരുത്തി എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ടൊരു പ്രാർത്ഥന നടത്തുമായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി ഇന്നെന്ന് പറയുവാനായിട്ട് സാധിക്കും. കർത്താവ് തന്റെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം നമുക്ക്
നമ്മുടെ പ്രിയപ്പെട്ടവരെ അന്ന് കാണാമെന്നുള്ള ഏറെ പ്രത്യാശയോടെ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ഈ ഭവനത്തെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തരുന്നു. കർത്താവിൽ നിദ്രകൊണ്ട വാത്സല്യ മാതാവിൻ്റെ കൊച്ചുമകൾ മോനിഷ പുതുപ്പള്ളി ദൈവസഭയുടെ അംഗമാകിയാൽ ആ സഭയുടേതായ ശുശ്രൂഷകൾ എന്ന രീതിയിൽ ഈ പകൽക്കാലം ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. കർത്താത്മാനായ ചാനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും കാണുവാനും പരസ്പരം വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനും പ്രാർത്ഥിക്കാനൊക്കെ ദൈവമായ കർത്താവ് അവസരം അവരോട് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക വാത്സല്യ പിതാവിനെ ഈ അവസരത്തിലാണ് കാണുന്നത്. ജീവിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രായാധിക്യത്തിൻ്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ശരീരത്തിൽ അനുഭവിച്ചതായ മാതാവാണെന്ന് എനിക്ക് അറിവായിട്ടുണ്ട്. എന്നാൽ ആ അവസരമൊക്കെയും പ്രാർത്ഥിക്കാനൊക്കെ ദൈവം അവിടെ ഞങ്ങൾക്ക് സഭയായി ആ സമയം നൽകി തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ഈ ശുശ്രൂഷയിൽ വന്ന് പ്രത്യാശയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുവാൻ കർത്താവോടുന്ന് അവസരമൊരുക്കിയല്ലോ. എന്നെ കേൾക്കുന്നതായ ദൈവമക്കളെ, ഈ ഭൂമിയിലായിരിക്കുന്നതായ അവസരമാണ് ശരീരത്തിൽ കഷ്ടവും രോഗവും പ്രയാസവും. വേദപുസ്തകം നമ്മൾ അവിടുന്ന് പഠിക്കുന്ന അവസരത്തിൽ കാണുന്നത് ഭാഗ്യമേറിയ ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതിനകത്തിലെ ക്രിസ്തു ഭക്തന്മാരെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ അവിടുന്ന് ഭാഗ്യവാനാണ്. ഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാത്തതായ മനുഷ്യൻ ഭാഗ്യവാനാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആരാണ് ഭാഗ്യവാൻ? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. തിരുവഴുത്തിൽ വേറൊരു ഭാഗം പറയുന്നു, ക്രിസ്തുവിൽ 3 അക്ഷരമാകുന്നതായ ജനനം തുടങ്ങി 3 അക്ഷരമാകുന്ന മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, അതിന്റെ ഇടയിലുള്ള 3 അക്ഷരമാകുന്ന ജീവിതമുണ്ട്. ആ ജീവിതത്തെ ആശ്രയിച്ചാണ് നിത്യത അവിടുന്ന് നിശ്ചയിക്കുന്നത്. നിശ്ചയമായിട്ടും ജീവിതം കർത്താവ് ഭൂമി കൊടുത്തപ്പോൾ ആമേ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ, ആമേ ദൈവദാസന്മാരോട് ചേർന്ന് സഭയോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിപ്പാൻ ഭാഗ്യം കൊടുത്ത ഈ വാത്സല്യ മാതാവ് ക്രിസ്തുവിൽ മരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നിത്യതയുടെ പൊൻപുലകരിയിൽ അവിടെ പോയി കാണാമെന്നുള്ളതായ പ്രത്യാശ ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ദുഃഖത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവമായി കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞാൻ അവിടുന്ന് പ്രതിനിധാനം ചെയ്യുന്ന പുതുപ്പള്ളി ദൈവസഭയുടെ അവിടുത്തെ വിശ്വാസ മക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യാശയും ദുഃഖത്തെ അറിയിക്കുന്നു. സമയം ഒരുക്കി തന്ന ദൈവദാസോട് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ അധികാരത്തെ നിൽക്കുന്നു. താമസിച്ച് കിടപ്പാൻ പോകുന്നു. കഠിന പ്രയത്നം ചെയ്യുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. സ്വരാദൂര സമാദൂര ക്ഷമാ ദേവ ലവ ലവ രവ രവ യവർ നവർ ഹൽ ഗോസേ ദൂരേ വ. ഓ സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം കരറ്റുന്നു. ഈ സമയം എന്ത് പറയണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണമെന്ന് അറിയുന്നില്ല. എങ്കിലും എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർമ്മയിൽ കടന്നു വരികയാണ്. സോ ജീസസ് കാൽവറി രക്തം ജയമെടുക്കുന്നു. ഈ ഭവനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചിന്നാച്ചാനെ ദാനമായി കൊടുത്തുന്ന മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ, കൊച്ചുമക്കളെ, സഹോദരങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വയർക്കുന്നിൽ ബന്ധുക്കളായിട്ടുള്ള എല്ലാ സഹോദര കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ തന്ന ഭാഗ്യമാണ് ഈ ഭവനത്തിനും എൻ്റെ ഭവനത്തിനും ദൈവം തന്ന വലിയ താലന്ത്. ജലസര ദുരേ ഓ ജീസസ് കാൽവറി ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തന്ന ഭാഗ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യം. അതേ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ചെയ്ത വലിയ താലന്തും വലിയ ഒരു വാഗ്ദാനവുമാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. ഞങ്ങൾക്ക് സമയമാകുന്ന സമയങ്ങളിൽ ദൈവം ഓരോ വചനത്തിൽ കൂടെ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെയും പുറത്തിറക്കി ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം വിടുവിച്ചു.
കൊച്ചമ്മയുടെ കഴിഞ്ഞ കാലങ്ങളെ എല്ലാവരും പറഞ്ഞു. എന്നാൽ എൻ്റെ ഓർമ്മയിൽ വരുന്നത് കൊച്ചമ്മ കാല് നീട്ടി ഇരുന്നിട്ട് തമ്പാറെടുത്ത് മടിയിൽ വെച്ച് ചെണ്ട കൊട്ടുന്നത് പോലെ കൊട്ടി വൈകിട്ടത്തെ ആരാധന. ജീസസ് ദൈവനാമത്തിന് വേണ്ടി ചിലവട്ട സമയങ്ങള് അതുമാത്രം നഷ്ടമല്ല. ഓ ജീസസ് ഹല്ലേലൂയ. ജലം സരം ദൂരം സമം ക്ഷമ ദേവ ലവ ലവ രവ രവായ പറഞ്ഞവർ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു വലിയ നിത്യത. ഓ ഈ ശരീരം വളരെ ശോഷിച്ച് മാംസമെല്ലാം ഉണങ്ങിയ അവസ്ഥയാണ്. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ തന്റെ മകളെ വേദനയിൽ നിന്ന് വിടുവിച്ചു. ഈ കുടുംബത്തിൽ ദൈവം ചെയ്ത ആ വലിയ ഒരു സ്നേഹത്തെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അവരെ ഏറ്റവും അടുത്തിരിക്കുന്നു ഈ സമയത്ത്. ഹല്ലേലൂയ. ജലം സരം ദൂരം സമം ഷോ ജീസസ്. കർത്താവായ യേശുവിനെ പറ്റി പറയുവാനേ എനിക്കുള്ളൂ. ഞങ്ങളുടെ സമയങ്ങളൊക്കെയും വ്യർത്ഥമായി കളയാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ കുടുംബത്തിനും ആ ഭാഗ്യം ദൈവം കൊടുത്തു. ആ നിത്യയുടെ അതിഥികത്ത് കാണണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം. നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. സ്നേഹചായനെയും കുടുംബത്തെയും റോയ് കുടുംബം, ലൈലമ്മ കുടുംബം, ലിജി കുടുംബം, എല്ലാ കുഞ്ഞുങ്ങളെയും മോനാനി കുടുംബം, ഇങ്ങനെ എല്ലാവരെയും ലാലുവിനെയും ഓർത്ത് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വലിയ രക്ഷ ഈ കുടുംബത്തിന് ദൈവം കൊടുത്തതോർത്ത് നന്ദി പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീത ദൈവദാസന്മാർ, ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ പി കെ ജോൺ, എനിക്ക് മുൻപ് അനുശോചന സന്ദേശം അറിയിച്ച കർത്തൃദാസന്മാർ, ജനപ്രതിനിധികൾ, മറ്റേ ഭവനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേക അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അപ്പച്ചൻ, ദാനമായി കൊടുത്ത മക്കൾ, കൊച്ചുമക്കൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയ കുടുംബം, പ്രിയ മാതാവിന് കൊടുത്ത കുഞ്ഞുങ്ങൾ, പ്രിയ ലാലിച്ചാന്, മോനാനിച്ചാൻ കുടുംബമായി അവരുടെ കുഞ്ഞുങ്ങൾ ഏഴോലി ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയ ലാലിച്ചായൻ ദൈവസഭയുടെ സെക്രട്ടറിയായി കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുകൾ ഒക്കെ ഉള്ളപ്പോൾ തന്നെയും ദൈവസഭയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ വളരെ ശുഷ്കാന്തി കാണിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു മാന്യ സഹോദരനാണ്. ആ കുടുംബത്തെ ഓർക്കുന്നു, മക്കളെ എല്ലാവരെയും ഓർക്കുന്നു. പ്രിയ റോയിച്ചായൻ കുടുംബമായി മറ്റ് പെൺമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ ഭവനത്തിൽ സഭയായി കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിനെ കേൾപ്പാനും ഒക്കെ ദൈവം അവസരം നൽകി. സഭയായി പ്രിയ ദൈവമക്കളൊക്കെ സമയക്കുറവ് ഉണ്ടായിട്ടും ദൈവമക്കളൊക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അങ്ങനെ ദൈവമക്കൾ ഈ സമയം വരെയും സഹകരിപ്പാൻ ദൈവമക്കൾക്ക് സഭയായി അവസരങ്ങൾ നൽകി. തുടർന്നും ഞങ്ങൾ ഈ ഭവനത്തെ ഓർത്ത് സഭയായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ എല്ലാ കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ച്, ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധീകരിച്ച് ഞാൻ പ്രത്യാശ വാക്കുകൾ പ്രിയ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവസഭയുടെ നാമത്തിൽ ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വീണ്ടും അടിയങ്ങൾ സഭയായി ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സഭയായുള്ള വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവസഹായികൾ എല്ലാവരെയും ഓർത്ത് ഈ സമയം ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാട് ഞങ്ങൾക്ക് ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകപ്രകാരം ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. കാരണം നീണ്ട 15 വർഷക്കാലം പ്രിയ മാതാവിനെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ സഹോദരങ്ങൾക്ക് ദൈവം അവസരം തന്നു. രോഗക്കിടക്കയിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചെങ്കിലും, വളരെ ജോലി തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും കൃത്യമായിട്ടായ സമയത്തൊക്കെ ഓടി വന്ന് പ്രിയ മാതാവിനെ ശുശ്രൂഷിപ്പാൻ, തൻ്റെ രോഗാവസ്ഥയിൽ ആശ്വാസം കരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. കാരണം 13 വർഷക്കാലം തീർത്തും കിടപ്പിലല്ല എങ്കിലും ഏതാണ്ട് 1.5 വർഷക്കാലത്തോളമായി മാതാവ് തീർത്തും രോഗശൈലിയിലായിട്ട് കഴിഞ്ഞ ചില നാളുകളിൽ പെട്ടെന്നുണ്ടായ 2-3 സ്ട്രോക്കുകൾ
അത് ഉറക്കത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞില്ല. പുലർച്ചെയാണ് ഞങ്ങൾ ശാരീരികമായ ഒരു ക്ഷീണത്തിൽ അത് സ്ട്രോക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കി. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും അത്തരം നാട്ടിൽ കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. നിങ്ങളൊക്കെ ഈ ശ്രദ്ധിച്ചു കാണും. ഞങ്ങൾ ഈ തിരക്കിനിടയിലൂടെ നടന്ന് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങളുടെ ഈ സന്തോഷം കൊണ്ടാണ്. കാര്യം നിത്യതയിൽ കാണാം പ്രിയ മാതാവിനെ എന്നുള്ള പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ? ഈഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. വേദങ്ങളാലെ പിടയുന്ന മാനസം നിൻ തിരുമാർവിൽ ചായുമ്പോഴല്ലാതാശ്വസിക്കുമോ? ആശ്വസിക്കുമോ? നിൻ തിരുമാർവിൽ ചായുമ്പോഴല്ലാതാശ്വസിക്കുമോ? ആശ്വസിക്കുമോ? ആരുമില്ല നീയൊഴികെ ചാരുവാനോരാ പാരിലൻ പ്രിയാരുമില്ല നീയൊഴികെ ചാരുവാനോരാ പാരിലൻ പ്രിയ. പ്രിയ മാതാവിൻ്റെ, ഞങ്ങളുടെ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങളെ പ്രിയാച്ചാരുടെ മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരും വളരെ ഭാരത്തിലും സങ്കടത്തിലുമാണ്. കാരണം ഞാൻ ഇനി ഓർക്കുകയാണ്, ഇനി ഞാൻ 5 മണിക്ക് വന്ന് ആരെയാണ് കുളിപ്പിക്കുന്നത്? ഇനി എനിക്ക് ആളില്ല. മറ്റേ ഒരു 5:15 ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു ജീവിത ഒരു ദിനചര്യ പോലെയാണ്. അമ്മച്ചിയെ കുളിപ്പിക്കുക, അമ്മച്ചിയെ തുടപ്പിക്കുക, അമ്മച്ചിക്ക് കഞ്ഞി ഉണ്ടാക്കുക, അമ്മച്ചിക്ക് ഓട്സ് ഉണ്ടാക്കുക, കൊടുക്കുക.
ഒരു ഏറെക്കുറെ 6 മണി മുതൽ രാത്രി 8:30 വരെ എൻ്റെ ദിനചര്യ പോയി. ഇനിയും വരുമ്പോൾ അമ്മച്ചി ഇവിടെ ഇല്ല, അമ്മച്ചി ഇവിടെ വിട്ടുപോയി. ഇവിടെ വിട്ടുപോയി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു യാത്ര നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, ഈ സ്പേസിലോട്ടൊക്കെ യാത്ര ചെയ്യുന്നവരെ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ആ വാഹനം ഉപേക്ഷിച്ച് വേറൊരു വാഹനത്തിൽ യാത്ര ചെയ്യും. അതുപോലെ അമ്മച്ചി ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഈ ജഡം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ നമ്മളെ വിട്ട് ദൂരേക്ക് യാത്രയായി. ഇനിയും പ്രത്യാശയുടെ നാട്ടിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ അമ്മച്ചിയെ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ആയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി അമ്മച്ചി വളരെ ശാരീരികമായി ക്ഷീണത്തിലായിരുന്നു. ഏറെക്കുറെ ഒരു 10 ദിവസമായി അമ്മച്ചിക്ക് തീരെ ബലം. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഏറെക്കുറെയൊക്കെ അമ്മച്ചിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം എങ്കിലും പലപ്പോഴും അമ്മച്ചി തീരെ ക്ഷീണാവസ്ഥയിലായി. 1-2 തവണ ആശുപത്രിയിൽ ഞങ്ങളിവിടെ കൊണ്ടുപോയപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു ഇനിയും ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് പൂർവാധിക ശക്തിയോട് അമ്മച്ചി ഇവിടെ മടങ്ങി വന്ന ചരിത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്രയും ക്ഷീണം വന്നിട്ടും അമ്മച്ചി പെട്ടെന്ന് മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾക്ക് ചിന്തയില്ലായിരുന്നു. പിന്നെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദൈവമേ രാത്രി ഞങ്ങളെല്ലാം കിടന്ന് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആരും ഭവനത്തിൽ ഇല്ലാത്ത ഒരു സമയത്ത് അമ്മച്ചിക്ക് മരണം സംഭവിക്കരുതേ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാനും മോനാനിയും രാത്രി 8:15 സാധാരണ എല്ലാവരും മരിച്ചു കഴിഞ്ഞാണ് കുളിപ്പിക്കുന്നത്. ഞങ്ങളെ കുളിപ്പിച്ച് പൗഡറും ഇട്ട് ഒരു നിമിത്തം പോലെ കിടന്നു കഴിഞ്ഞ് 8:15 ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിയുടെ ജീവിതം പോയി. ഈ ലോകത്തിൽ ഞങ്ങളെ വളരെയധികം കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മച്ചിയാണ്. അമ്മച്ചി ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം, ഞാൻ അനേക സംഭവങ്ങളുണ്ട് എങ്കിലും ഒന്ന് മാത്രം ഞാനൊന്ന് ഈ സമയത്തൊന്ന് അയവിറക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞു, രാവിലെ അന്ന് ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളുള്ള കാര്യങ്ങളല്ല, കറണ്ടില്ല, വാഹന സൗകര്യമില്ല, മറ്റേ കടകമ്പോളങ്ങളില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമല്ല. രാത്രി വെളുപ്പിനെ സ്കൂളിൽ ചോറ് കൊണ്ടുപോകാനായിട്ട് മഴക്കാലമാണ്. രാത്രി നെല്ല് പുഴുങ്ങി അത് ഉരുളിക്കകത്തിട്ട് വറുത്ത് കുത്തി, വെളുപ്പോളം അധ്വാനമാണ്. രാത്രി തന്നെ നെല്ല് പുഴുങ്ങിയിട്ട് അത് ഉരുളിക്കകത്തിട്ട് വറുത്തിട്ട് പിന്നെ അത് കുത്തിയിട്ട് രാവിലെ കാലം ചോറ് വന്ന് സ്കൂളിൽ വിട്ട ചരിത്രങ്ങളൊക്കെ പണ്ടുണ്ട്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ഞങ്ങളെ മാതാവ് വളർത്തിയത്. ഞങ്ങളെ വിട്ട് കടന്നുപോയി. വളരെ സങ്കടമുണ്ട്, എങ്കിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മാതാവ് വളരെ കഷ്ടത്തിലും ഭാരത്തിൽ നിന്ന് മാതാവ് ഈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളും വിട്ട് കടന്നുപോയല്ലോ, സന്തോഷത്തോടെ ആയിരിക്കുന്നുവല്ലോ. മാതാവിനെ ഞങ്ങളാവോളം ചെയ്യാവുന്ന ശുശ്രൂഷകൾ പരമാവധി ഒട്ടും കുറയാതെ ഒന്നുകൊണ്ട് ഭാരപ്പെടുവാനില്ല. മാതാവിനെ ഇന്ന കാര്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്കോ മോനാനിക്കോ ഞങ്ങൾക്ക് ആർക്കും തന്നെ, ഞാനും മോനാനിയും ശരീരം കൊണ്ട് ഇവിടെ വളരെയധികം കഷ്ടപ്പെട്ടുവെങ്കിലും റോഹിച്ചാൻ അമേരിക്കയിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ അയച്ചു തന്നിട്ടുണ്ട്. റോഹിച്ചാനും അങ്ങനെ സാമ്പത്തികമായ നിലയിൽ റോഹിച്ചാൻ വളരെയധികം റോഹിച്ചാൻ ഇടയ്ക്ക് വരുന്ന സമയത്ത് ശാരീരികമായി ഇവിടെ കഷ്ടപ്പെട്ടു എങ്കിലും ഒരു പൈസ പോലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ റോഹിച്ചാൻ അമേരിക്കയിൽ നിന്ന് ധാരാളം അമ്മച്ചിയെ സൃഷ്ടിപ്പാൻ ധാരാളം പണം അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതിനെക്കാട്ടി കൂടുതൽ തുക എനിക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട് ഇത്രയും നാളുള്ളത്, അത് മുഴുവൻ അമ്മച്ചിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്മച്ചിയെ ഞങ്ങൾ ആവോളം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും ശുശ്രൂഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടാനില്ല. രാത്രി 8:15 ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചു. അന്നു മുതൽ എന്ന് പറയുന്നത് ശരിയല്ല, അതിന് മുമ്പ് പുറമോട്ട് നോക്കുമ്പോൾ മാതാവ് രോഗശയ്യയിൽ സമയങ്ങളിലൊക്കെയും അനേക ദൈവദാസന്മാർ ഇവിടെ കടന്നു വന്ന ദൈവദാസന്മാരെ, അയൽവാസികളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ ഇവിടെ കടന്നു വന്ന അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുക. ശേഷം നമ്മുടെ സഭയിലെ സണ്ണി പാസ്റ്റർ എപ്പോൾ ഇതിലെ കടന്നു പോയാലും ഈ ഭവനത്തിൽ കയറി വന്ന 1 മിനിറ്റെങ്കിലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകും. പ്രാർത്ഥിച്ച എല്ലാ ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും ബുധനാഴ്ച ഈ കഴിഞ്ഞ രാത്രിയിൽ വരെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥനകളുണ്ടായിരുന്നു. ആ സമയത്ത് സഭയിലുള്ള എല്ലാ കുടുംബങ്ങളും, മറ്റേ ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, അയൽവാസികളെല്ലാവരും സഭാഭേദമന്യേ, ജാതി മതഭേദമന്യേ എല്ലാവരും ഈ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസവചനങ്ങൾ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അവരോടുള്ള നന്ദിയെ, കുടുംബത്തിനായിട്ടുള്ള നന്ദിയെ, സഭയുടെ നന്ദി സമയത്ത് അറിയിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ഏറെക്കുറെ 6 ദിവസക്കാലം വിവിധ സഭകളിൽ നിന്ന്, അവരുടെ പേരിപ്പോൾ എടുത്തു പറയുവാൻ സാധിക്കത്തില്ലല്ലോ, വിവിധ സഭകളിൽ നിന്ന് ദൈവദാസന്മാരെ കടന്നു വന്ന്
വചന ശുശ്രൂഷ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ഇവിടെ ഘോഷിച്ചിട്ടുണ്ട്. കടന്നു വന്ന വചനം ഘോഷിച്ച എല്ലാ ദേവദാസന്മാരോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച നന്ദിയെ പിക്ചർ വേൾഡ് പാണ്ഡ്യത്തെ കൊച്ചുമൻ നടത്തുന്ന സ്ഥാപനമാണ്. പിക്ചർ വേൾഡിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമുക്ക് ഈ 6 ദിവസക്കാലം ഇവിടെ പാട്ടുപാടി നമ്മളെ അനുഗ്രഹീതമായ പാട്ടുകൾ പാടിയ ഫ്രൈഡേ ബാബുച്ചാനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ മൊബൈൽ മോർച്ചറി സൗകര്യം ഒരുക്കി തന്ന അവരുടെ സ്ഥാനത്തുള്ള നന്ദി അറിയിക്കുന്നു. മൈക്ക് സെറ്റ്, ലൈറ്റ്, സൗണ്ട്, പന്തല് ഇതൊക്കെ ഈ ക്രമീകരിച്ചു തന്ന പ്രിയ കൊളഞ്ഞിയിലെ പ്രിയ സഹോദരങ്ങളുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ അമ്മച്ചി ഇവിടെ അസുഖമായി കിടന്നപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മുടെ നെല്ലിക്കണ്ണിലെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് സിസ്റ്റർമാരുടെ കടന്നു വരുമായിരുന്നു. കടന്നു വന്ന അമ്മച്ചിയെ ചെക്കപ്പൊക്കെ ചെയ്യുമായിരുന്നു. ആ സിസ്റ്റർമാരോടുള്ള നന്ദിയെ, കുടുംബത്തിൻ്റെ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. മർത്തോമ ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സ്, ഡോക്ടർമാരെല്ലാം അമ്മച്ചിയെ ശുശ്രൂഷിപ്പാൻ, പലപ്പോഴും അമ്മച്ചിയുടെ ഈ മൂക്കിലെ ട്യൂബൊക്കെ മാസത്തിൽ ഒരിക്കൽ മാറേണ്ടതുണ്ട്. സമയത്ത് ഞങ്ങൾ ഫോൺ വിളിച്ചാൽ ഉടനെ തന്നെ അവർ ആംബുലൻസിലൂടെ കടന്നു വന്ന് ഈ ഇതൊക്കെ മാറ്റിയിട്ട് കടന്നു പോകുക. അങ്ങനെ മർത്തോമ ആശുപത്രിയിലെ എല്ലാ ഡോക്ടേഴ്സിനോടും, നേഴ്സുമാരോടും, സിസ്റ്റേഴ്സിനോടും, അറ്റൻഡേഴ്സ് ആണെങ്കിൽ തന്നെ ഇവിടുന്ന് ഞങ്ങൾ ചെന്നാൽ ചിലപ്പോൾ ഞാൻ മാത്രമേ ഉള്ളെങ്കിലും അവിടെ ചെന്നാൽ അവർ തന്നെ അമ്മച്ചിയെ പിടിച്ചിറക്കി എല്ലാ ശുശ്രൂഷകളും കടന്ന് കയറ്റി വിടുമായിരുന്നു. അറ്റൻഡേഴ്സിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ കടന്നു വന്ന രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ MLA രാജീവ് ബ്രാം, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, ബ്ലോക്ക് പ്രസിഡന്റ് മെമ്പേഴ്സ്, റാന്നി അങ്ങാടി സൊസൈറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കും ഉള്ള നന്ദി. ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. എല്ലാവരുടെയും പേര് വേറെ വേറെ പറയുവാൻ പോലുള്ള സമയമില്ലല്ലോ. എല്ലാവർക്കും ഉള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് AG ചർച്ചിൻ്റെ വിക്ടറി AG ചർച്ചിൻ്റെ പാസ്റ്റർ ജെയിംസ് വർഗീസ്, ജേക്കബ് വർഗീസ് അനുശോചനങ്ങൾ ഈ സമയത്ത് അവിടെ നിന്ന് വിളിച്ച് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വിക്ടറി AG ചർച്ചിൻ്റെതായിട്ടുള്ള അനുശോചനങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന് അനേകരെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാവരുടെയും പേര് വിവരങ്ങളൊന്നും ഓർക്കുവാനോ പറയുവാനോ ഒന്നും സാധിക്കുന്നില്ല. കുറച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. സൂക്ഷിക്കുകയും ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടെന്ന് വേണ്ടത് കൈത്താന്ന് തരികയും ചെയ്ത പ്രിയ രാജുവോടുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവദാസൻ സഭയിലെ പാസ്റ്റർ സണ്ണി പാസ്റ്ററോട് കുടുംബമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അന്ന് മുതൽ വ്യാഴാഴ്ച രാത്രിയിൽ മരിച്ച വിവരം അറിഞ്ഞ അന്നു മുതൽ പാസ്റ്ററെ സഭയിലെ കുടുംബങ്ങൾ അറിഞ്ഞവരെല്ലാം കടന്നു വന്ന് മോർച്ചയിൽ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം 6-5 ദിവസക്കാരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാവരും കടന്നു വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. പാസ്റ്ററെ അന്നു മുതൽ ഇന്നത്തിൽ കടന്നു വന്ന് ഇതിനുവേണ്ടി മാത്രം എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇതിനുവേണ്ടി മാത്രം മെനക്കെടുകയാണ്. പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഗൈതവമായ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മോനാനി സദയം പ്രവർത്തിക്കാൻ പറയാം. ഇല്ല, ആരുടെയും പേര് വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. അഥവാ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം. കടന്നു വന്ന എല്ലാവർക്കും ഉള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. താങ്ക്സ്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഉണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ദാസന്മാർ മറ്റ് പല പ്രിയപ്പെട്ടവരും കടന്നു വന്ന് സംബന്ധിക്കാനൊക്കെ ഇടയായി. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. സ്വന്തമായി ഞങ്ങൾക്ക് അല്പസമയം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീക്ഷിക്കുന്നു. ജീവനേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, ജീവനൻ യേശു അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, ശുദ്ധപാളം നിൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. യാത്ര ചെയ്യും, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകനാ.
ഈ ദുഃഖത്തിൽ നിങ്ങളെ എല്ലാവരെയും, വേർപാടിൻ്റെ ദുഃഖത്തിൽ നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ത്യാശ വെച്ച, പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വ്യാഴാഴ്ച ഈ സമയം വരെയും പ്രമാണം കൂട്ടായ്മകളിൽ പങ്കുകൊള്ളുകയും ഇന്ന് രാവിലെ മുതൽ ഏകദേശം 7 മണിയോടുകൂടി നമ്മളൊക്കെ ഭവനത്തിൽ നിന്നിറങ്ങിയവരാണ്. ഈ സമയം വരെയും അല്പമായ ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ കഷ്ടത സഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ആരെല്ലാം മാറിപ്പോയാലും ഒരിക്കൽ പോലും നമ്മളെ വിട്ട് മാറാത്തവനായ ഒരു ദൈവമുണ്ട്. കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും എല്ലാ അവസ്ഥകളിലും ദൈവജനത്തോടുകൂടി ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തവനായിരിക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ചിന്നസാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീണ്ട വർഷങ്ങൾ ഒന്നിച്ച് കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ട ചിന്നസാറിന് ദൈവം നൽകി. അനവധി കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടായ സന്ദർഭങ്ങൾ ഓർക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ച് നാൾ മുതൽ ഇന്നുവരെ കഷ്ടതയുണ്ടായിട്ടില്ല എന്ന് പറയുവാൻ സാധ്യമല്ല. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള നല്ല സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ചതായി നമ്മൾ കേട്ടതാണ്. ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രിയ റോയ് ബ്രദർ, പ്രിയ ലാലു, പ്രിയ മൊനാനി, പ്രിയ പെൺമക്കൾ 3 പേര്, അവരുടെ കുടുംബങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള സമയം നീണ്ട 14 വർഷക്കാലത്തോളം പ്രിയപ്പെട്ട അമ്മച്ചി ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥയിലായിരുന്നു എന്ന് നമ്മൾ കേട്ടു. ആ സമയങ്ങളിലൊക്കെ പ്രിയപ്പെട്ട അമ്മച്ചിയെ വേണ്ടവണ്ണം ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. അതെനിക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഒരു ശുശ്രൂഷ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ലഭിച്ചു എന്നുള്ളൊരു സത്യമാണ്. കർത്താവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തുടർന്ന് അല്പസമയം നമ്മളുടെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഞാനൊരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് സംഗീത പുസ്തകം 49 അധ്യായത്തിലേക്ക് ഞാൻ എൻ്റെ ചിന്തയെ കൊണ്ടുവരികയാണ്. വളരെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ സന്നിധി. യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. കർത്താവിന് സ്തോത്രം. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. മനുഷ്യൻ ലോകത്തിൽ ജനിക്കുന്നു, മനുഷ്യൻ മരിക്കുന്നു. എപ്പോൾ മരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഘട്ടമില്ല. മരിക്കും, നിശ്ചയമായി മരിക്കും. ജനിക്കും, ജനനത്തിന് ശേഷം ഒരു മരണമുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഈ പെട്ടിയിലെ മൃതശരീരം നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യസംഭവമാണ്. ധനവാൻ മരിക്കും, ദരിദ്രൻ മരിക്കും, വിദ്യയുള്ളവൻ മരിക്കും, വിദ്യയില്ലാത്തവൻ മരിക്കും, പണമുള്ളവൻ മരിക്കും, പണമില്ലാത്തവൻ മരിക്കും, എല്ലാവരും മരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ദൈവജനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിക്കൽ മരണവും പിന്നെ മനുഷ്യന് ദൈവം ന്യായവിധിയും നിയമിച്ചിരിക്കുന്നു. എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. ഒരിക്കൽ എന്ന് മരിക്കും എന്നുള്ളതിനെ കുറിച്ച് തിട്ടമില്ല. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുവെങ്കിൽ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദനയും അവൻ മരിച്ചാൽ, കല്ലറയിൽ അടക്കപ്പെട്ടാൽ കർത്താവിൻ്റെ കാലശബ്ദത്തിന് മുമ്പാകെ അവനും ജീവിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവജനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ദൈവജനം പറഞ്ഞിരിക്കുന്നത് അവർ ഉറങ്ങുകയാണെന്നാണ്, നിദ്ര കൊള്ളുകയാണ് എന്നുള്ളതാണ്. കർത്താവിന്റെ സ്തോത്രം. എന്താണ് നിദ്ര? ഉറക്കമാണ്. ഉറങ്ങിയാൽ നമ്മളിപ്പോൾ നമ്മുടെ അധ്വാനം കഴിഞ്ഞിട്ട് നമ്മുടെ ശാരീരികമായ ക്ഷീണത്തിൽ നമ്മൾ വിശ്രമിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. അതൊരു വിശ്രമ പീരീഡാണ്. അല്പസമയം വിശ്രമിച്ചതിന് ശേഷം, ഉറങ്ങിയതിന് ശേഷം നമ്മൾ ഉണരും, തീർച്ചയായിട്ടും ഉണരും. ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു കർത്താവ് കടന്നു ചെന്നപ്പോൾ അവൻ മരിച്ചില്ല, അവൻ ഉറങ്ങുകയാണ്. ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ്. അവൻ മരിച്ചില്ല, അവൻ ഉറങ്ങുകയാണ്. അപ്പം മരണം ഒരു വിശ്രമമായി തീരുന്നു, ഉറക്കമായി തീരുന്നു. അപ്പോൾ കർത്താവ് അവനെ ഉണർത്തുവാൻ പോവുകയാണ്. കല്ലറയിലേക്ക് ചെന്നു. മാർത്ത പറഞ്ഞു, നാറ്റം വെച്ചു പോയി കർത്താവേ, ഇനിയും
അവൻ ഉണരുകയില്ല എന്ന് പറഞ്ഞു. ഇല്ല, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൾ മരിച്ച ലാസർ അവൻ ഉറങ്ങുകയാണ്, അവനെ ഞാൻ ഉണർത്താനായി പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കല്ലറയിലേക്ക് ചെന്ന് ലാസറേ എന്ന ഉച്ചത്തിൽ വിളിച്ചു. ലാസറേ എന്ന ഉച്ചത്തിൽ വിളിച്ചപ്പോൾ ആ ലാസർ ആ കല്ലറയിൽ നിന്ന് അവൻ ജീവനോടെ പുറത്തു വന്നതായി നമ്മൾ ദൈവജനത്തിൽ കൂടെ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഒരു സത്യമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ലോകത്തിൽ നീണ്ടുന്ന വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 50, 60, 70, 80, 90, 95, 98, 100 അത്രയൊക്കെയുള്ള വർഷങ്ങളായിരിക്കാം. ഇത്രയും കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരിന്റെ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ കഷ്ടതയെല്ലാം സഹിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ, അതിനു വേണ്ടി ഒരുക്കപ്പെട്ടതായിട്ടുള്ള ഒരു വിശ്രമ പീരീഡാണ് മരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നാളിൽ കർത്താവിൽ വിശ്വസിച്ച് മരിച്ച് അടക്കപ്പെട്ട ദൈവമക്കളെ ഉണർത്തുവാനായി കർത്താവ് വരും. കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നു, ഞാൻ പോയിട്ട് വേഗം വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിനും വിശ്വസിപ്പീൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയിട്ട് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ എഴുതുക, ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാന്മാർ. എന്താണ് അവർ ഭാഗ്യവാന്മാർ? എന്തുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാരായി തീരുന്നത്? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും അതേ ദൈവത്തിന്റെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹനാഥത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്, കർത്താവിന് വേണ്ടി പാടിയവരാണ്, കർത്താവിന് വേണ്ടി പ്രസംഗിച്ചവരാണ്, അധ്വാനിച്ചവരാണ്. കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ കല്ലറയിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർക്ക് ഉണർന്നേ പറ്റുകയുള്ളൂ. പ്രൈസ് ലോർഡ്. ഉറങ്ങുന്നവരെ ഉണർത്തുവാൻ കർത്താവ് ഇതാ മേഘാരൂഢനായി വേഗം വരുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഘടനയ്ക്ക് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചു, മനുഷ്യ ശരീരത്തിൽ തന്നെ ജീവിച്ചു. എന്നാൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ശരീരത്തോടുകൂടിയല്ല കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ആ ഭൗതിക ശരീരം മാറി ഒരു ആത്മീയ ശരീരം, ഒരു തേജസ്സുള്ള ശരീരം, ഏകോമനായ ദൈവത്തിന്റെ അതേ സ്വരൂപത്തിൽ തന്റെ പുത്രനെയും ആ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവം, സ്തോത്രം. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതിൽ കൂടി എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഒരു ഉറക്കത്തിൽ നിന്ന് ഒരു ഉണർവുണ്ടാകുമ്പോൾ, അവൻ ഉണരുമ്പോൾ, പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഈ ശരീരം മണ്ണോടിയേരുന്നതാണ്. ഇത് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടത് കൊണ്ട് മണ്ണോടിയേരുന്നു. ഇത് ദ്രവത്വമുള്ളതാണ്. എന്നാൽ ഈ ശരീരം അദ്രവത്വമുള്ള ഒരു ശരീരമായി മാറ്റപ്പെടുന്നതായുള്ള ഒരു സുദിനം നമ്മുടെ മുമ്പിൽ ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. അത് ശരിയല്ല, അങ്ങനെ സംഭവിക്കുകയില്ല, അങ്ങനെ വരികയില്ല എന്ന് ആരും വിചാരിക്കരുത്, ആരും കരുതരുത്. ഇല്ല, അത് സംഭവിക്കും. ദൈവവചനത്തിന്റെ ആദ്യോടന്തം നമ്മൾ പരിശോധിച്ചാൽ ഇന്നുവരെയും അനവധി സംഭവങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്. ഇനിയും കേവലം അല്പ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാനുള്ളൂ. അതും താമസമിത സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എങ്ങനെയുള്ള ഒരു ശരീരത്തോടു കൂടി, ഒരു ആത്മീയ ശരീരത്തോടു കൂടി, ഒരു തേജസ്സുള്ള ശരീരത്തോടു കൂടി, ഒരു വിണ്മയമായ ഒരു ശരീരത്തോടു കൂടി ആയിരിക്കും നമ്മൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. ആര്? കർത്താവിൽ ജനിച്ച്, കർത്താവിൽ ജീവിച്ച്, കർത്താവിൽ മരിക്കുന്ന വിശുദ്ധന്മാർ, ദൈവമക്കൾ. സ്നാനപ്പെട്ടവരല്ല, പ്രസംഗിക്കുന്നവരല്ല, പാടുന്നവരല്ല. ദൈവത്തിന് സ്തോത്രം. ആര് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും മോഹങ്ങളും വിട്ട് കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വിശുദ്ധൻ മരിച്ചാൽ എല്ലാവരും ഇല്ല. കർത്താവിന് സ്തോത്രം. ശബ്ദം കേൾക്കുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യ ദണ്ഡനത്തിനായും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇനി അതെങ്ങനെയാണ് നമുക്കൊക്കെ അറിയാം. പഴയ കാലഘട്ടങ്ങളിൽ മറ്റുള്ള മക്കളെ, കൊച്ചുമക്കളെ, പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം പകർന്നുതരുമാറാകട്ടെ. പ്രത്യാശയുടെ അനുഭവത്തിൽ തുടർന്നുള്ള നാളുകളിൽ അമ്മച്ചി പോയല്ലോ, എന്റെ ഭാര്യ പോയല്ലോ, എനിക്കിനിയും ആരുണ്ട് എന്നുള്ള ചിന്ത വിട്ടിട്ട് എനിക്കൊരു ദൈവമുണ്ട്, പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും സ്നേഹിതരും ഒക്കെ മാറിപ്പോകുമ്പോൾ എന്റെ അന്ത്യകാലം വരെ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അവസാനം വരെ മാത്രമല്ല, കല്ലറയിലേക്കും അതിനുശേഷം
നിത്യതയിലേക്കും എന്നോട് സഹകരിക്കുന്ന എന്നോട് വരുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഈ നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരും എഴുന്നേറ്റ് കർത്താവ് തൻ ഗംഭീര നാദത്തോടും തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ബലവുമായിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന ദിവ്യമായ ആയുസ്സിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും മരണം ഞങ്ങളെ കടന്നു പിടിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ വാ കൊണ്ടും ഞങ്ങളുടെ കരം കൊണ്ടും ഞങ്ങളുടെ ശരീരം കൊണ്ടും ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. എന്നാൽ ഞങ്ങളെ പോലെ ജീവിച്ച വാത്സല്യമുള്ള മാതാവ് കർത്താവെ കഴിഞ്ഞ 89 വർഷം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം അവസരത്തെ കൊടുത്തു. ദീർഘായുസിന് ദൈവം ദാനമായി നൽകി കൊടുത്തു. കർത്താവിന്റെ കൃപയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ കഴിഞ്ഞ നാളുകളിൽ കഷ്ടങ്ങളുടെ നാളുകളിൽ കൈവിടാത്ത ദൈവത്തിന്റെ കൃപ പ്രിയ മാതാവിനോട് കൂടെ ഇരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. തന്റെ ആത്മാവ് വിശ്രമത്തിന് വേണ്ടി ആമൻ അവിടുത്തെ സന്നിധിയിലേക്ക് കയറി വന്നിരിക്കുന്നു. കർത്താവെ ആമൻ ഇത്രത്തോളം ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ശുശ്രൂഷ നയിക്കുവാൻ അവിടുത്തെ അഭിഷിക്തന്മാരെ ദൈവം ബലത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിനായി പ്രാർത്ഥിക്കുന്നു. ദിവ്യമായിരിക്കുന്ന സമാധാനത്താൽ ദൈവം അവരെ നിറച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ഈ വഴി കടന്നു പോകേണ്ടവരാകിയാൽ ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചുകൊണ്ട് തിരിഞ്ഞു നോട്ടത്തിന്റെ സമയമായി കർത്താവ് ഈ സമയത്തെ തീർക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ഉള്ളപ്പോൾ ചോരത്തിളപ്പുള്ള സമയത്ത് ഞങ്ങൾക്ക് കർത്താവിനെ സേവിപ്പാൻ പൂർണ്ണമായിട്ട് കഴിയാത്ത അവസ്ഥകൾ വന്നേക്കാം. എന്നാൽ അതിന്റെ നടുവിൽ പ്രത്യാശയോടെ കർത്താവിനെ സേവിച്ചാൽ ഞങ്ങൾക്ക് കർത്താവിനോട് കൂടെ വാഴാമെന്നുള്ള അന്ന് വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. ശ്മശാനത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. യാത്രയിൽ കൃപ കൂടെ ഇരിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് അരിമരക്ഷകനാം യേശു ക്രിസ്തുവിൻ പരിശുദ്ധമുള്ള നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയതൊന്ന് കേൾക്കണമേ. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പരമപിതാവേ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സ്വർഗീയമായ സമാധാനം നാം ഏവരുടെ കൂടെയും പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിച്ച സമസ്ത കാര്യങ്ങളോടുകൂടെയും വിശേഷാൽ വാത്സല്യ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതനായിരിക്കുന്ന വാത്സല്യ പിതാവിനോടും എല്ലാ മക്കളോടും എല്ലാ കുടുംബങ്ങളോടും
മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര, വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര, വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും, പുഴക്കടലിൽ ചേരും പോൽ.
വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ സുഖങ്ങൾ സകലതുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ. മാന്യമിത്രരാകെ നമ്മെ തിരിഞ്ഞിനി പോകും, മാന്യമിത്രരാകെ നമ്മെ മരുഭൂവിൽ മധ്യേരാശ്രയം തേടി, ലോകമരുഭൂവിൽ മധ്യേരാശ്രയം തേടി. ശോകക്കോടും വെയിലയ്യോ വീഴുന്നു വാടി, ശോകക്കോടും സ്വർഗവാസം ദേശം. ദൈവമക്കൾ നമുക്ക് സ്വർഗം കാണുന്നതുമായ ഉലകിൽ കാണുന്നതുമായ തൻ്റെ ഭൗതിക ശരീരത്തിന് നൽകുവാനുള്ള ഏറ്റവും അന്തിമ ശുശ്രൂഷ ഇവിടെ വെച്ച് നടക്കുകയാണ്. ഇവിടെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതും ഉറപ്പിക്കുന്നതും നമ്മളെ സമാധാനിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ആകയാൽ തുടർന്ന് ആ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് കർത്തൃസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥന. രാവിലെ മുതൽ കർത്താവെ ശുശ്രൂഷയിൽ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ദൈവം കൃപ ചെയ്തു. കർത്താവിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങൾ കർത്താവെ ശവസംസ്കാരത്തിന് വേണ്ടി ഈ സെമിത്തേരിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവസാന്നിധ്യം മരണത്തെ അല്ല വാസ്തവത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത്, അതിനു മുമ്പുള്ള നമ്മുടെ ജീവിതത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. പലപ്പോഴും നമ്മൾ എത്രമാത്രം അത് ഏതുവിധം ശരീരത്തോട് വരുന്നു എന്ന് ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിൻ്റെയോ മറ്റു വലുതിൻ്റെയോ വെറും മണി അത്ര വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. മരണമേ നിന്റെ ദേഹം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ള 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗം. കൂടാരമായ ഞങ്ങളുടെ ഭവനഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിനെ മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന്
പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ. പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും പലപ്പോഴും ദുഃഖമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ദുഃഖത്തെ മാറ്റി നമ്മുടെ ഉള്ളിൽ സമാധാനം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. അതെന്തുകൊണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്ന വേദഭാഗം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് ദയവായി കർത്തദാസൻ വായിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നീട് ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ഈ വാത്സല്യ മാതാവ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. ഇപ്പോൾ താൻ കർത്താവിനെ എതിരേൽക്കാൻ പർദീസയിലേക്ക് കടന്നു പോയിരിക്കുന്നു. അവിടെ താൻ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന കർത്താവിൻ്റെ സഭയെ ചേർക്കുന്ന ആ കാഹളനാദത്തിങ്കിൽ താൻ ഉയർത്തെഴുന്നേൽക്കും. ഒരിക്കലും ഈ വാത്സല്യ മാതാവിനെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. തന്നെ വീണ്ടും കാണുവാൻ നമുക്ക് അവസരമുണ്ട്. പക്ഷേ അത് നടക്കണമെന്ന് വരികിൽ ആമീൻ അടുത്ത ഭാഗത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആമീൻ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഒരു മാതാവായതുകൊണ്ടാണ് ആ പ്രത്യാശ നമുക്കുള്ളത്. എങ്കിൽ അതേപോലെ താൻ കാണിച്ചൊരു നല്ല മാതൃകയുണ്ട്. ഇത്ര നേരം തൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുവാനിടയായി. ആമീൻ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ തന്നെ പോലെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ ഒരു പുതുജീവിതം ആരംഭിച്ച് വിശ്വാസസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ ദൈവാത്മാവിനെ അനുസരിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ തന്നോടൊപ്പം നിത്യതയിൽ തനിക്ക് നമുക്ക് കർത്താവിനെ കാണുക മാത്രമല്ല നിത്യായുഗങ്ങൾ താൻ ഉൾപ്പെടുന്ന വിശുദ്ധ ഗണത്തോട് ചേർന്ന് കർത്താവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ഇടയായിത്തീരും. ആ വേഗം ആ കർത്താവിനെ ആ നിലയിൽ വാത്സല്യ മാതാവിനെ വീണ്ടും കാണാമെന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ അതിൻ്റെതായ നിലയിൽ ഏറ്റെടുത്ത് അനുസരിച്ച ഒരു ഉറപ്പും ധൈര്യം ഇല്ലാത്തവരായി ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. താൻ കാണിച്ചെന്ന ആ ഉപദേശപ്രകാരമുള്ള മാതൃകയും വിശുദ്ധ ജീവിതവും നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ആമേൻ നമുക്ക് നിലനിൽക്കാം. കർത്താവിൽ ഇതൊരു പിരിയാബന്ധമായി നിത്യത മുഴുവൻ നമുക്ക് തുടരുവാനിടയായിത്തീരും. അവസാനമായി ആ ഉയർത്തെഴുന്നേൽപ്പിനോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ ചില വേദഭാഗങ്ങൾ ഞാൻ തന്നെ വായിച്ചിട്ട് ആമീൻ ഈ ബോഡി ഇവിടെ സംസ്കരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25 നമ്മളിങ്ങനെ കാണുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ തന്നെ 28-29 വാക്യങ്ങളിൽ പറയുന്നു, ഇരിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ദൈവത്തിന് സ്തോത്രം. നന്മ ചെയ്തവർ ആമേൻ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കർത്താവിൻ്റെ തിരുവചനത്തിലെ സത്യങ്ങൾ അനുസരിച്ച് നന്മ ചെയ്തുകൊണ്ട് ആമീൻ നാം ആയിരിക്കുന്നുവെങ്കിൽ അതേ നേരത്തെ മരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും അതേ ജീവനോടെ ആ നിലവാരത്തിൽ ജീവിക്കുന്നവർ രൂപാന്തരശീലം പ്രാപിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് പ്രത്യാശിക്കുവാനിടയായിത്തീരും. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വചനം ഈ വാത്സല്യ മാതാവിലും നിറവേറുകയാണ്. അതേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19 ഇങ്ങനെ പറയുന്നുണ്ട്, നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. ആമേൻ. അതേ ആദാം ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞൊരു വാക്കാണ് ആമേൻ, ഈ ശാരീരിക മരണം അന്ന് മുതൽ നമ്മളെ പിടിപെട്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടെങ്കിലും അതുവരെയുള്ള സമയങ്ങളിൽ ഈ മരണത്തിന് അധീനമായ ഒരു ശരീരം നമ്മളായിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, നിലത്തു നിന്നെ എടുത്തിരിക്കുന്നു.
നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. സ്തോത്രം. ഇന്ന് പൽക്കാലം ഈ വാത്സല്യ മാതാവിലും ഈ വചനം ഇപ്പോൾ നിറവേറുകയാണ്. ആമേ പൊടിയിൽ തന്നെ എടുത്തു തൻ്റെ ഈ ഭൗതിക ശരീരം. ആത്മാവ് കർത്താവിങ്കിൽ നിന്ന് വന്നു, അത് കർത്താവിനെ എതിർപ്പാൻ കർത്താവിലേക്ക് കടന്നു പോയിരിക്കുന്നു. ആമീൻ. പൊടിയിൽ നിന്നെടുത്ത ഈ ഭൗതിക ശരീരം വീണ്ടും പൊടിയിലേക്ക് നമ്മൾ കർത്താവിൽ ചേർക്കുകയാണ്. വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും എൻപേരോ, വിളിക്കും നേരം കാണും എൻപേരും. പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ സ്നേഹത്തിൽ. പാർത്തലത്തിലുണ്ട് വേല തീർത്തു ജീവിതാന്ത്യത്തിൽ, വിളിക്കും നേരം കാണും എൻപേരും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും എൻപേരും. നിലത്തിലെ പൊടിയിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, നീ പൊടിയാകുന്നു, വീണ്ടും പൊടിയിലേക്ക് തിരികെ ചേരുമെന്നുള്ള ദൈവവചനം ഈ വാത്സല്യ മാതാവിൽ നിറവേറുന്നു. Praise the Lord. Hallelujah. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദീർഘമായ 89 വർഷക്കാലം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുവാൻ ഈ വാത്സല്യ മാതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ അതേ ഉരുവായി തീർന്ന ആദ്യ നിമിഷം മുതൽ കർത്താവിന്റെ കൃപ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. തക്ക സമയമായപ്പോൾ രക്ഷിക്കപ്പെടുവാനും തിരുവനത്തിന് അതേ അനുഭവത്തിൽ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാനും വാത്സല്യ മാതാവിന് ഭാഗ്യം കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ദാനം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു ജീവിത പങ്കാളിയെ നൽകി തന്നു. ആമേൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെയും കുടുംബങ്ങളെയും കാണുവാൻ ഭാഗ്യം തന്നു. സർവോപരി അവരെല്ലാവരും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലകൊള്ളുന്നത് കാണുവാൻ പ്രിയമകൾക്ക് ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കാലം തികഞ്ഞപ്പോൾ ജീവിതം തികച്ച് ശുശ്രൂഷ തികച്ച് സകല ഭൂവാസികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രകാരമുള്ള മരണമെന്ന വാതിലൂടെ വിശേഷാൽ പ്രിയമകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യവിശ്രമത്തിനായി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് പ്രിയമകളെ ചേർത്തതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന മഹാപ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ഒരുമിച്ച് കർത്താവിനെ എതിർപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും നാം ഒരുമിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കുകയും ചെയ്യും എന്നുള്ള ഈ വചനം കൊണ്ട് ഞങ്ങൾ അന്യോന്യമായി ശ്വസിച്ചുകൊള്ളുവീൻ എന്നുള്ള വചനം ഞങ്ങൾ വാഗ്ദത്തം ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ വാത്സല്യ മാതാവിനെ നിത്യ തുറമുഖത്ത് വീണ്ടും കാണാം. ഉയർപ്പിന്റെ പൊൻപുലരിയിൽ ഹല്ലേലൂയ തന്നോടൊപ്പം രൂപാന്തര ശരീരവും ഉയർത്ത പുതുശരീരവും പ്രാപിച്ചുകൊണ്ട് കർത്താവിലേക്ക് ചേർപ്പെടുവാൻ കഴിയുമെന്നുള്ള ആ ഉന്നതമായ പ്രത്യാശയോടുകൂടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭൗതിക ശരീരത്തെ ഞങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നു. കർത്താവ് പ്രാർത്ഥനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. അർപ്പൻ സുപ്രഭാതത്തിൽ ഉദർവീനാമീട്ടും സംഘത്തിൽ ചേർന്നെല്ലാവരും അറിയാവുന്ന പാടിയാണ്. ഉദർവീനാമീട്ടും സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും
പ്രത്യാശയിൻ പ്രതീകമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രതീകമേ. സർവാശ്വാസത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം യഹോവയായ ദൈവമേ, പരിശുദ്ധമായ തിരുനാമത്തിന് ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം മുതൽ ഇതൊരു ശുശ്രൂഷയിൽ ദൈവം നൽകിയ വലിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ പരിശുദ്ധ പിതാവേ, പ്രിയാമ്മച്ചിയെ തേജസ്സേറിയ സ്വർഗീയ അനുഭവത്തിലേക്ക് അങ്ങ് ചേർത്തുകൊള്ളുവാൻ അങ്ങ് മനസ്സായതിനായി കർത്താവേ, വേർപാട് ദുഃഖത്തിലായിരിക്കുമ്പോൾ തന്നെ വലിയ പ്രത്യാശയോടെ പ്രിയമക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കുകയും ദൈവത്തിന്റെ ജീവന്റെ വചനത്താൽ ഇന്ന് പകൽക്കാലം അനവധി ശുശ്രൂഷകളിലൂടെ അങ്ങയുടെ പ്രിയമക്കൾ കൊടുത്ത എല്ലാ ആശ്വാസ വചനങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, സമയത്ത് പ്രിയാച്ചനാച്ചാനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയമകന്റെ ഉള്ളിൽ കർത്താവ് വലിയ പ്രത്യാശയും ദിവ്യമായ ദിവ്യ സമാധാനവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് അങ്ങയുടെ പ്രിയദാസനെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിലും പ്രത്യാശയിലുമായിരിക്കുന്ന മക്കൾ, അവരുടെ കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഞങ്ങൾ സ്തോത്രത്തോടെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം, സ്വർഗീയമായ പ്രത്യാശവും എല്ലാവരും പ്രിയമാതാവിനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് എല്ലാവരെയും പ്രത്യേകം കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാപരിച്ച വലിയ ദൈവകൃപയ്ക്കായി കർത്താവിന്റെ കൃപ ഞങ്ങളോട്, കർത്താവെ ദൈവത്തോട് ധാരാളമായി സംസാരിച്ചതായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ ഈ നിലയായി ഞങ്ങൾ എല്ലാവരും കടന്നു പോകേണ്ടതായി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. തുടർന്ന് ദൈവകൃപയോടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിന് വരുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണം. കർത്താവ് താൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൈവത്തിന്റെ കാലത്തോടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ഈ പ്രിയ മാതാവ് കർത്താവ് നിശ്ചയമായി ഓർക്കുമെന്നും ജീവനോടിരിക്കുന്ന ഞങ്ങൾ കർത്താവെ നിശ്ചയമായും ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും ധാരാളമായി പകരണം. മഹത്വം ദൈവം എടുക്കണം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ സ്വർഗീയ പിതാവേ പ്രാർത്ഥന കേൾക്കുമാറാകണം. ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേക ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ രാജു പാസ്റ്റർ, റോയ് ചാക്കോ, ഷാജി പാസ്റ്റർ, പ്രിയ സഹോദരൻ കുഞ്ഞുമോൻ, മറ്റ് കർത്താവിന്റെ ദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് അധികമായി നന്ദി പറയുകയാണ്. തുടർന്ന് ഇവിടെ ഒരു ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഏകാദിനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. അർഹപ്പെട്ട ദൈവഞ്ഞാടിന്റെ മഹത്വം. ആമേൻ. കർത്താവേ വരണമേ.